അപ്പോൾ കാസിൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോ രണ്ടാമത്തെ ദിവസമാണ് ഞങ്ങള് കാശ്മീർ ഒന്നും കൂടി തൊഴാൻ വേണ്ടിയിട്ട് വന്നേക്കുന്നത്. ഇന്നലെ മര്യാദക്ക് തൊഴാൻ പറ്റില്ല. നമുക്ക് കാണാൻ പറ്റില്ല. താഴത്ത് ഒരു കുഴിയിലാണ് വിഗ്രഹം ഇരിക്കണം. അപ്പൊ പെട്ടെന്ന് പോയി കഴിഞ്ഞപ്പോൾ നമ്മള് ഇറങ്ങാറായപ്പോഴാണ് അവിടെ ചെറിയ വേറെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെല്ലോ ഒന്നും കൂടി മര്യാദക്ക് കാണണം അതൊക്കെ ഇട്ടിരിക്കണം. സൈഡ് ഇന്നിപ്പോ രണ്ടാമത്തെ ദിവസമാണ്. ഞങ്ങൾ ഇന്നലെ വന്ന് ബാങ്ങൊക്കെ അടിച്ചു ചെറിയ ട്രിപ്പായി പോയി. ഉച്ച സൈഡ് ഔട്ട് കിട്ടുമോ? ഉച്ച കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇന്നിപ്പോ രാവിലെ എനിക്ക് ഒരു മന്മത ഉണ്ട് ഇല്ലേ? ഇന്നത്തെ അടി എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറല്ലേ? എന്നിട്ട് എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോ രാവിലെ തന്നെ അമ്പലത്തിലൊന്നും ഇല്ല. ഇന്നലെ ചെന്നിട്ട് മര്യാദക്ക് കാണാൻ പറ്റില്ല. പിന്നെ പോകാൻ പറഞ്ഞ് വണ്ടി കയറിയില്ല. നമ്മുടെ ഓട്ടോക്കാരൻ ചേട്ടൻ അടിപൊളിയാണ്. വന്ന വഴി തന്നെ ഓട്ടോക്കാരായിട്ട് മുട്ടനിടി ഏണി എല്ലാം തല്ലുപിടിച്ചാവുന്നു ഞാൻ. ഇപ്പൊ അമ്പലത്തിട്ട് പോകണം, ഒന്നും കൂടി ചെല്ലണം. ഇന്നിപ്പോ കുറച്ച് ഓട്ടോ ഉണ്ട്, മണികർണിയൊക്കെ കയറണം. ഒന്നും പറയണ പോലെ ഇവിടെ ചെയ്യാൻ പറ്റുള്ളൂ. ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അല്ലേ? ഈ വണ്ടിക്കാ വന്നത്. ആൾക്കാർ ചവിട്ടിക്കൊണ്ടു പോണതുണ്ട്, ഇതേപോലെ ചവിട്ടിക്കൊണ്ടു പോണതുണ്ട്. പക്ഷെ രക്ഷയില്ല. ഇവന്മാര് ഫോണടിച്ച് ഒരു നശിപ്പിക്കും. അല്ല വണ്ടിക്കാണ് 100 രൂപ അവന്മാര് പറഞ്ഞത്. ഇതേപോലെ ചവിട്ടിക്കൊണ്ടു പോണതുണ്ട്. ചവിട്ടിക്കൊണ്ടു പോണതിന് ഏകദേശം ഒരു 200 രൂപ 250 രൂപയൊക്കെ മേടിക്കും. അത് ഓരോരുത്തരുടെ ഇത് വെച്ചിട്ടാണ് മേടിക്കുന്നത്. കുറച്ചല്ലേ ഉള്ളു. അത് ഞങ്ങൾ താമസിച്ചെടുക്കുന്ന 100 രൂപ കൊടുത്താൽ മതി. അവര് പറയും എത്ര രൂപ വേണമെന്ന് പറയും. ആ ഒരു ചെറിയ റേഞ്ചില് എല്ലാവർക്കും കൂടിയിട്ടാണ് 100 രൂപ. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ഒരിതാണ്. എന്താണ് പിന്നെ ഇവിടം വരെ വണ്ടി വിടുള്ളൂ. ഇവിടം വരെ വണ്ടി വിടുള്ളൂ, അങ്ങോട്ടേക്ക് വണ്ടി വിടില്ല. നമ്മളെന്തായാലും കുറച്ചങ്ങ് നടക്കാനുള്ളൂ. നടന്നു തന്നെ അങ്ങ് പോവാന്ന് വിചാരിച്ചു. ഇന്നലെ അത് കഴിച്ചതിന്റെ ഒരു ഇതുണ്ട്, ആട്ടമുണ്ട്. സംസാരമൊക്കെ ചെറിയ കുഴയിലൊക്കെ ഉണ്ട്. ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ. അല്ല ഒരു ഭീകരമായിട്ടുള്ള ഒരു ഇതൊന്നുമില്ല. ജസ്റ്റ് വയ്യാത്ത പോലെ ഇരിക്കാന്ന് മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാണ്ട് എന്താ പറയാ, ഒരു വേറൊരു അവസ്ഥയിലാണ്. ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലേ? ഒന്നും ചെയ്യാൻ പറ്റാത്ത പോലെ ഇരുന്നു പോയി. ഒരു രക്ഷയില്ലാത്ത പരിപാടിയായി പോയി. ഒരു സൂത്രം കാണിച്ചുതരാം. ഒരു സംഭവം എന്താന്നറിയോ, ഈ സൈഡ് നിൽക്കണണ്ട ഒക്കെ അമ്പലത്തിന്റെ അകത്തോട്ട് ഫ്രീ ആയിട്ട് കയറാനുള്ള വാസ. ഞങ്ങൾ വന്നത് ഇപ്പൊ ഒരു അരമണിക്കൂറോളം നടന്നു. ഒരു അരമണിക്കൂറോളം നടന്ന് ഏകദേശം അമ്പലത്തിന്റെ അടുത്തോട്ട് എത്തിയിട്ടുണ്ട്. ഇപ്പൊ ഇനിയുണ്ട്. ഗേറ്റ് നമ്പർ 4 വരെ എത്തിയിട്ടുണ്ട്. എന്നിട്ടും പണിയാണ്. ഒരു സീനുണ്ട്. എന്തോ എന്നിട്ടും പറ്റണില്ല. ഇനിയിട്ട് നടക്കാനായിട്ട് അവിടെ നിന്നും ക്യൂവാ, നല്ല ക്യൂവാ. ഇവിടെ ഒരു 300 രൂപയുടെ 400 രൂപയുടെ പാസ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ അതെടുക്കണേ. നേരെ പോണത് മണികർണിക ഘട്ടിലോട്ടാണ്. നമ്മളിപ്പോ മണികർണിക ഘട്ടിലെത്തി. അപ്പൊ അങ്ങോട്ട് ശരിക്കും കയറാറുള്ളൂ. അപ്പൊ നേരെ
ഒരു പോലീസുകാരൻ പറഞ്ഞ് നേരെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്പലത്തിലോട്ട് കയറുന്ന വഴിയുണ്ട്, അവിടെ പോയിട്ട് കയറിയാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ അങ്ങോട്ടേക്കുള്ളൊരു ചെറിയ യാത്രയിലാണ്. ഒന്നാമത്തെ കേസ് ഇവിടെ ചുറ്റിപ്പോണ്ട്, നല്ല രീതിക്ക് ചുറ്റിപ്പോണ്ട്. ഒരു ഇത് ഏതാ മണിയാത്ത ഇപ്പൊ അമ്പലത്തിന്റെ ഫ്രണ്ടിൽ ഇന്നിപ്പോ രണ്ടാമത്തെ ദിവസം കയറി ഇന്നത്തെ പരിപാടി മുഴുവൻ കഴിഞ്ഞു. തൊഴാനുള്ള തോന്നി മര്യാദ തൊഴാൻ പറ്റി. അല്ലാത്ത ഇതൊരു സാധനം കേട്ടില്ല, ഇവന്മാർ മൊബൈലും എല്ലാം പിടിച്ചു വെക്കും. നേരെ ബാക്കിൽ കാണുന്ന ടെമ്പിൾ ഉണ്ട്, അതിന്റെ തൊട്ട് പുറകിലായിട്ട് ഒരു ലളിതാഘട്ടിന്റെ സൈഡില് ലളിതാഘട്ടുണ്ട്, പിന്നെ മണികറുണ്ട്. ലളിതാഘട്ടിന്റെ അവിടെ ഈ നേരെ ചെല്ലുമ്പോ തന്നെ നമ്മുടെ തൊട്ടിനാക്കി തന്നെ അമ്പലത്തിന്റെ ഫ്രണ്ടിൽ തന്നെയുള്ള ഒരു ഇതില് ഇതുണ്ട്. നമ്മുടെ ബാക്ക് സൈഡിലുള്ള അമ്പലമുണ്ട്. അമ്പലത്തിന്റെ അവിടെ ലോക്കർ റൂം ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ലോക്കർ ഫ്രീ ആണ്. നമുക്കൊരു 250 രൂപക്ക് ഒരു ചെറിയൊരു വഴിപാട് പ്രസാദം മേടിച്ചിട്ട് നേരെ അമ്പലത്തിൽ ചെല്ലുക. നമുക്ക് അതിൻ്റെതായ എത്ര പേരുണ്ടെന്ന് പറഞ്ഞാൽ മതി. അപ്പൊ അതിനനുസരിച്ചുള്ളൊരിത് അവർ തരും. ലഡുവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. പിന്നെന്താണ് മെയിനായിട്ട് ഏജന്റുമാരുടെ കയ്യിൽ പോയി പെടാനില്ല. ഏജന്റുമാരുടെ കയ്യിൽ പെട്ടാൽ പരിപാടി കഴിഞ്ഞു. അവന്മാരിട്ട് കറക്കി നമ്മളെ ഒരു ഊപ്പാടെത്തി. അതിന് നല്ല ഡയറക്റ്റ് അമ്പലത്തിട്ട് വരിക, അമ്പലത്തിന്റെ അകത്തോട്ട് കറങ്ങി ചോദിക്കുക, ലളിതാഘട്ടി ചോദിക്കുക, നേരെ അതിന്റെ ഫ്രണ്ടിൽ വരിക. അതിന്റെ 300 രൂപയ്ക്ക് ദർശനമുണ്ട്. ശരി പറഞ്ഞാൽ 300 രൂപയുടെ ദർശനം എടുത്തിട്ടുണ്ടെങ്കിൽ ഓക്കെയാണ്. ഇല്ലെങ്കിൽ ഈ കാണുന്ന ക്യൂ മുഴുവൻ ഒരു അമ്പലത്തിൽ നിന്ന് ഞങ്ങൾ കയറി അവിടെ നിന്ന് തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. ഞങ്ങളുടെ റൂമിന്റെ അവിടെ നിന്ന് തന്നെ ക്യൂ ഉണ്ടെന്ന് തോന്നുന്നു. അത്രയും ക്യൂ ഉണ്ട്. ഈ അമ്പലത്തിന്റെ ഫ്രണ്ടിൽ തന്നെയുള്ള ചെറിയ അമ്പലമുണ്ട്. അതിന്റെ സൈഡിലായിട്ട് ഇവിടെ ഒരു ലോക്കറുണ്ട്. ഈ കാണുന്ന ബിൽഡിങ്ങിൽ ആ ലോക്കറിൽ പോയി സാധനം വെച്ച് കഴിഞ്ഞാൽ അവിടെ എനിക്ക് തോന്നുന്നു ഇവിടെ ഇത്തിരി വില കുറവുള്ളൂ. ബാക്കിയുള്ളിടത്തൊക്കെ 750, 1000 അങ്ങനെയൊക്കെ പറയണം. ഇവന്മാര് 250 രൂപക്ക് ഒരു ലോക്കർ തന്നു. ലോക്കറിന് പൈസ ഇല്ല, പക്ഷെ ഇതുണ്ട്. എന്താണ് വഴിപാടിന് പൈസ കൊടുക്കും. വഴിപാട് ഇവന്മാര് പറഞ്ഞു വഴിപാട് എടുത്താൽ മതി, അല്ലാണ്ട് ലോക്കറിന് പ്രത്യേകിച്ച് പൈസ ഉണ്ടാവും. നമ്മളെല്ലാവരും കൂടിയിട്ട് ഇപ്പൊ 4 പേര് 5 പേരുണ്ടെന്നുണ്ടെങ്കിൽ 5 പേരുമായിട്ടും ഒരുമിച്ച് ലോക്കറിന്റെ അടുത്തോട്ട് എല്ലാണ്ടിരിക്കും. നേരെ ചെന്ന് ഒരാൾ പോയിട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രസാദം മതി. അതിപ്പോ എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ 4 പേര് 5 പേരുണ്ടെന്ന് പറഞ്ഞാൽ മതി. ഇല്ലെങ്കിൽ ഇവന്മാർ ഒരാൾക്ക് 250 രൂപ വെച്ച് മേടിക്കും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അവിടെ പറ്റിക്കലുണ്ട്, എല്ലായിടത്തെയും പോലെ പറ്റിക്കലുണ്ട്. എല്ലായിടത്തും പോലെയല്ല, ഇവിടെ എല്ലാവരുടെയും സ്വന്തമാണ്. ഇതാണ് ഗംഗാഘട്ട്. അവിടെ നേരെ കാണുന്നത് കാശി വിശ്വനാഥ ടെമ്പിളാണ്. അതിന്റെ നേരെ ബാക്കിലായിട്ടാണ്. അതിന്റെ അപ്പുറത്തേ നേരെ കാണുന്നത് മണൽത്തിട്ട. അവിടെ ഈ അറ്റത്ത് ശരിക്കും നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാം മേളിലായിട്ട്. ഇവിടെ ഈ ഭാഗത്തൊക്കെ ആയിട്ട് കുറച്ച് ഒട്ടകങ്ങളും ഇതുമൊക്കെ ഉണ്ട്. അവർ നടത്തിക്കാൻ കൊണ്ടുപോകണ പരിപാടി. ഇനിയിപ്പോ ബോട്ടിങ് എടുക്കണം എന്ന് താല്പര്യമുണ്ട്. എങ്ങനെയാന്ന് അറിയാൻ പാടില്ല. എല്ലാവരും കൂടിയിട്ട് മിക്കവാറും വൈകിട്ട് പോകും, അല്ലെങ്കിൽ ഇവിടെ നിന്ന് മണിയർണികേട്ട് ഇപ്പൊ നടന്നു പോകാനുള്ള പരിപാടിയാണ്. വേണ്ട, ഞങ്ങളുടെ ക്യാമറമാനും താഴ്ത്തുണ്ട്. നമ്മളിപ്പോ മണികർണിക ഘട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി പയ്യെ. അവിടെ നല്ല തിരക്കും കാര്യങ്ങളും ഒന്നും ചെയ്യാൻ പറ്റാണ്. നല്ലതല്ല. പിന്നെ ഒന്നും അറിയാത്ത ഒരു കാര്യം നമുക്ക് അറിയാത്തതുണ്ട്. നശിപ്പിക്കണം ഇവന്മാര്. ഫോണടിച്ച് ഇവർ ജനിക്കുമ്പോ തന്നെ ഫോൺ തലയിൽ കെട്ടി വെച്ചിട്ട് വന്നെന്ന് തോന്നുന്നു. ഒരു രക്ഷയില്ല. ശരി പൊളിഞ്ഞു പോണേ. എന്തെങ്കിലും വല്ല ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് തോന്നുന്നു.
അല്ലല്ല ഇവിടെ ഇല്ല. ഇത് ഏതാ ടെമ്പിള്? അപ്പുറം പറഞ്ഞത് മണികാരനല്ലേ അവിടെ മൂടി വെച്ചിരിക്കുന്നു. അവിടെ പിടിച്ചിരിക്കുമ്പോ മണികർണിക ടെമ്പിൾ ഇവിടെയാണ് ബോഡി കത്തിക്കണതൊക്കെ. കത്തിക്കാനുള്ള വിറകും കാര്യങ്ങളൊക്കെ അടുക്കി വെച്ചേക്കണം. ഇവിടെ എനിക്ക് കത്തിക്കുന്നത് ഇപ്പൊ കൊണ്ടുവന്ന് വെച്ചേ ഉള്ളൂ. ഇവിടെ ഉണ്ടായിരുന്ന അമ്പലം പൊളിച്ചളഞ്ഞു തോന്നുന്നു. കട്ടുകൾ വിളിച്ചു അമ്പലം താഴത്തൊരു അമ്പലം ഉണ്ടായിരുന്നു. അല്ലല്ല, അതാ ചെരിഞ്ഞമ്പലം അല്ല അതാണോ? അതാണ്. ഇതിന്റെ അപ്പുറത്തൊക്കെ മണികർണിക എന്തൊരു അവസ്ഥയല്ലേ. ഇത് കിടക്കുന്ന ബോഡിയാ. ശരി, കണ്ടില്ലപ്പാ. വെയിറ്റിംഗ് ലിസ്റ്റ് താഴെ വീണ്ടും കൊണ്ടുവരണോ? താഴത്ത് കൊണ്ടുവന്നു. ഇവിടെ ഉണ്ട്. അത്രേ ഉള്ളൂ. ഒരു ദിവസം നമ്മളും ഈ ഒരു അവസ്ഥയിലോട്ടൊക്കെ വരും. നമ്മളെ പിന്നെ ഇത്തിരി വ്യത്യാസം ഉണ്ടാവുമല്ലോ. ഞാൻ നാളെ നീ നാളെ പറയാം. പീസ് എടുത്തിട്ട് പോകും. മറ്റേ രാമാനുജന് ഇത് കൊണ്ടുവന്ന് വെച്ചേക്കണം. എന്റെ കുഞ്ഞ് കൊണ്ടുവന്നണ്ട കുഞ്ഞെ ഉരുള് ഗംഗയെ കൊണ്ട് മുക്കിയിട്ടുണ്ടല്ലോ. ഗംഗയെ കൊണ്ട് മുക്കിയിട്ട് കൊണ്ടുവന്നു. ഇതിലെ വേറൊരു സംഭവം വെച്ചാലേ, മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നമ്മൾ മരിച്ച് എടുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ പരിസരത്തേക്ക് നമുക്ക് അടുക്കാൻ പറ്റില്ല. ഇവിടെ മരണത്തിന് പോലും അശുദ്ധിയില്ല എന്നുള്ളതാണ്. മനസ്സിലായോ? മരണത്തിന് അശുദ്ധി ഇല്ല. കാരണം മറ്റുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോഴേ മരിച്ച സ്ഥലത്ത് ചൂടെടുക്കുന്നില്ല. ഓക്കെ, പണ്ടിട്ട് രാമാനുജൻ നമുക്ക് മേലിട്ട് പോവാം. രാമാനുജൻ ഇവിടുത്തെ കാഴ്ചകൾ ഇതൊക്കെയാണ്. ഒരു ശോകാവസ്ഥയാണ്. എന്റെ മുന്നേ കണ്ട് നിൽക്കാൻ ഇത്തിരി ഫീലാണ്. വിറകുകളൊക്കെ കൂട്ടി വെച്ചാണ് കത്തിക്കാനുള്ള. വല്ലാത്തൊരവസ്ഥ കേട്ടോ ഇവിടെ. ഒരു രക്ഷയില്ലാത്തൊരവസ്ഥ. നമുക്ക് അധികം നേരം നിൽക്കാൻ പറ്റില്ല. കണ്ടിട്ട് നിൽക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. എന്താ പറയാ, ശരിക്കും പറഞ്ഞ നമ്മിപ്പോ മണികർണികയിലെ മെയിൻ അമ്പലത്തിലോട്ട് എത്തി. ശരിക്കും പറഞ്ഞ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് കൂടുതലും. ഇങ്ങനെയുള്ള സംഭവങ്ങൾ റീലിൽ കണ്ടിട്ടാണ് ഇറങ്ങി തിരിച്ചാക്കുക. എങ്ങനെയെങ്കിലും അത് കാണണമെന്നുണ്ടായിരുന്നു. അത് കാണാൻ അമ്പലം പശുവൊക്കെ നിൽക്കുന്നുണ്ട്. എങ്ങനെയെന്നറിയില്ല, കിട്ടുന്നു. പശുക്കളെ കാണണം. ഈ കാണുന്ന അമ്പലം കറക്റ്റായിട്ട് കയറി. ഗട്ടില് ഓരോരോ കാഴ്ചകളാ കേട്ടോ. ഇത് സ്കിന്ത്യ പറഞ്ഞിട്ടൊരു ഇതാ. സ്കിന്ത്യ ബോട്ടിങ്ങും കാര്യങ്ങളും
മെയിനായിട്ട് ഇതൊക്കെ തന്നെ ഉള്ളു. അതാണ് മറ്റേ റീൽസിലൊക്കെ പിള്ളേര് റീൽസിൽ കാണല്ലേ ഒരു ഇതിന്റെ മേളിൽ കയറി നടന്ന് കറങ്ങി മറ്റേ ഡാൻസ് ഒക്കെ കളിക്കണം. ആ ചെറിയൊരു ഇതാണ് ആ കാണുന്നത്. ആ പ്രാവൊക്കെ ഇരിക്കണം. അതെ, അങ്ങോട്ട് 2 മണ്ടന്മാര് കയറാൻ പോയിട്ടുണ്ട്. ഇവിടെ നിന്ന് അവര് ക്യാമറയിൽ ഷൂട്ട് ചെയ്യും. നമുക്ക് DSLR ഇല്ലാത്തതുകൊണ്ട് അത്ര തൊട്ടടുത്ത് നിന്ന് എടുക്കാൻ പറ്റില്ല. എന്താ അടിപൊളിയാണ്, പക്ഷെ നട്ടുച്ചയായി പോയി സമയം. ഇനിയിപ്പോ ഞങ്ങള് കാലഭൈരവ ക്ഷേത്രത്തിലേക്ക് പോകണം. അപ്പൊ അവിടുത്തെ മണികർണികയിലെ കാഴ്ചയൊക്കെ കണ്ട് അല്ലേ? ഈ ശോഭമാണ് സത്യം പറഞ്ഞാൽ കണ്ടു നിൽക്കാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട്. അതാണ് പ്രശ്നം. ഇങ്ങനത്തെ ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. ഇതിപ്പോ കാലഭൈരവ ക്ഷേത്രത്തിൽ കയറുന്ന വഴി ഞങ്ങള് ഈ നേരെ മണികർണികയായിട്ടാണ് താഴത്തുള്ളത്. അവിടെ നേരെ മേളിൽ കയറി വരുന്നു. 2 മണ്ടന്മാര് കയറി വരാണ്. ഇതാ കയറി പോണ വഴി കാണിച്ചു തരാം. ഇട്ടായില്ല, ഈ കട്ടുകളുടെ ഇടയിലുള്ള വഴികളാട്ടത്. ചെറിയ ചെറിയ വഴി, കുഞ്ഞു വഴികൾ അടച്ചുപോയ. ഇതല്ലേ കിണർ? ഇതാണ് കിണർ. ഇതാണ് കിണറ്റിലെ വെള്ളം കുടിക്കുന്നത്. ഇത് കിണറിലെ വെള്ളം കുടിക്കണതാണ്. അത് കിണറിന്റെ ആഴം നോക്കണല്ലേ? महामृत्युंजय महादेव में धनवंतरी कूप, ये चंद्रकूप है जी। पानी वो है उसमें सामने, इसी का पानी है, वहाँ पी सकते हैं। हाँ നമ്മളിതിന്റെ മേലെ കേട്ടില്ല. ചൂടാ ഇവിടുത്തെ ചെറിയ ചെറിയ കാഴ്ചകളാ വരച്ചു വെച്ചിട്ട് ഓരോരുത്തരും ഒന്ന് കഴിച്ച കഞ്ചാവ് സ്വാമിയും സ്വാമി കഞ്ചാവ് കഴിക്കുന്ന അവിടെ മരിച്ചത്. ഇപ്പൊ 4 എത്ര സാമ്പാർ ചോറും ലെമൺ റൈസും പിന്നെ ഒരു പുലാവും പറഞ്ഞിട്ടുണ്ട്. 945. റിസപ്ഷനിലേക്കാണ് നമ്മുടെ ഒരു മലയാളി ചേട്ടനാണ് ഒറ്റപ്പാലത്തുള്ളതാണ്. മലയാളി ചേട്ടൻ പറഞ്ഞു
വാസനയില്ല. പൊടി ഭയങ്കര പൊടി. ഇതാണ് കേരള കഫേ. നമ്മ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ മലയാളി ഫുഡ് കിട്ടുന്ന ഒരു കട ഉണ്ട്. ഈ കാണുന്നതാണ് കട. അവിടെ അമ്പലത്തിട്ട് പോകുന്ന ജംഗ്ഷനാണ് ഇത്. ജംഗ്ഷന്റെ അവിടെ നിന്ന് തന്നെ റൈറ്റിലോട്ട് കയറി കഴിഞ്ഞാൽ കാണുന്നതാണ് കട. ഇന്ന് ഉച്ചക്ക് ഇപ്പൊ ഇവിടെ നിന്ന് ഫുഡ് മേടിച്ചേക്കണം. വണ്ടി അവിടെ വെയിറ്റിംഗ്.